ഈ ഒരു വീഡിയോയ്ക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കാരണം ഒരേ ഫാമിലിയിലെ രണ്ടാമത്തെ ബ്രൈഡിനെയാണ് ഞാൻ ഒരുക്കാൻ പോകുന്നത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് എല്ലാരും ട്രസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന സമയത്ത് അത്രയും വിശ്വസിച്ച് എന്നെ വർക്ക് ഏൽപ്പിച്ച ഒരാളാണ് വർഷ. അപ്പോ അതേ ഫാമിലിയിലെ വർഷയുടെ ചേട്ടന്റെ എൻഗേജ്മെന്റിന് വീണ്ടും നമ്മളെ ബ്രൈഡൽ മേക്കപ്പിന് വിളിച്ചേക്കാണ്. സോ ദിസ് ഇസ് മൈ ബ്രൈഡ് ശ്രീ പാർവതി. എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ശ്രീ പറഞ്ഞത് ആകെ ഒരൊറ്റ കാര്യമാണ്, എനിക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, സൗമ്യക്ക് സൗമ്യയുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഒട്ടും ഓവർ ആവാതെ എന്നെ ഒന്ന് ഭംഗിയാക്കി തന്നാൽ മാത്രം മതി. അങ്ങനെ മുഴുവനായി എന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നൊരു ബ്രൈഡും കൂടിയായിരുന്നു ശ്രീ പാർവതി. അപ്പോ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്തത്. മേക്കപ്പ് ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം ആളുടെ ഫേസിന് നന്നായിട്ട് സ്യൂട്ടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ ഒത്തിരി ഹാപ്പി ആയിട്ട് കണ്ണാടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ചെറി ഓൺ ദ ടോപ്പ് എന്ന് പറയുന്ന പോലെ വർഷയുടെ മേക്കപ്പ് ചെയ്ത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് വീണ്ടും ഒരു മേക്കപ്പ് ഏൽപ്പിച്ച് അതിനും ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടി. അങ്ങനെ ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് അന്ന്. ഒരു ബഡ്ഡിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇതിലും കൂടുതൽ എനിക്ക് എന്താണ് സന്തോഷിക്കാൻ വേണ്ടത്. അങ്ങനെ നമ്മുടെ ബ്രൈഡിനെ നമ്മൾ ഒരുക്കി വിട്ട് നമ്മളും നേരെ ഹാളിലേക്ക് പോയി. ഒരുപാട് സന്തോഷത്തോടെ അവിടെ സദ്യയും കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി. സദ്യ നന്നായതുകൊണ്ട് മാത്രമല്ല, കൈയോടെ നമുക്ക് തന്നെ വെഡിങ് വർക്കും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ അപ്കമിംഗ് ബ്രൈഡ്സ് ഇതുപോലെ സട്ടിൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ DM ചെയ്യാൻ മറക്കണ്ട. താങ്ക്